നമ്മുടെ ജലജയുടെ കുശുമ്പ് മൂത്തിട്ട് കുട്ടീനെ ഞാൻ അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി വീണ്ടും കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഹംസനുണ്ടല്ലോ, നമ്മുടെ ഉണ്ണിക്കണ്ണനെ കൊല്ലുന്നതിനായിട്ട് ആളെ അയച്ചു. പക്ഷേ ഉണ്ണിക്കണ്ണനുണ്ടോ ആള്? നമ്മുടെ ഹംസന് എത്ര വിചാരിച്ചിട്ടും ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് പോലും എത്തുവാനായിട്ട് സാധിച്ചില്ല. കണ്ണൻ ആരാ? ഭഗവാനല്ലേ. അതുകൊണ്ടാണ് ഹംസനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അച്ഛമ്മ കൊച്ചുമോൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ നോക്ക്, നയനാമ്മ വല്യമ്മനെ കഴിഞ്ഞും കൂടുതലായിട്ട് കഥകളൊക്കെ നയനാമ്മയ്ക്ക് അറിയാം. പടം വരയ്ക്കും, ഒരുപാട് ഡാൻസ് കളിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നയനാമ്മ ചെയ്യും എന്നൊക്കെ പറയും കേട്ടോ. ഇന്നത്തേക്കിന് മോള് പോയി കളിക്കുക എന്ന് പറഞ്ഞിട്ട് മോളെ അങ്ങോട്ടേക്ക് അയക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മോള് അമ്മയെപ്പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയും കേട്ടോ. എന്താണെങ്കിലും ആ മോള് വന്നതിന് ശേഷം വീട്ടിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലേ അമ്മയെ എന്നിങ്ങനെ നയന പറയുമ്പോൾ നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്. അതെ, ഇനി ഈ മോള് ഈ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ആ കുഞ്ഞിനെ ഇവിടുന്ന് വിട്ട് കളയാനായിട്ട് സമ്മതിക്കത്തില്ല. ഒരു കാലത്ത് ജലജേന ഇങ്ങനെയായിരുന്നല്ലോ കൊണ്ടുവന്നത്, അതും ഇതിനെ കഴിഞ്ഞ് മുതിർന്ന സമയത്താണ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ഒരുത്തി ചന്തുമോളെ പറ്റിയിട്ട് അനാവശ്യമായിട്ട് പറയാനോ ചിന്തിക്കാനോ ഒന്നും പാടില്ല. പിന്നീട് നയനെ നമ്മുടെ റൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശിനാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ, ആകെപ്പാടെ സങ്കടത്തിലാണ്. അന്നേരത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ പറയും കേട്ടോ, ചന്തുമോള് മൊത്തത്തിൽ ഈ വീട്ടിനെ ഒന്ന് മാറ്റി മറിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ഇങ്ങനെ എണീക്കും കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നീ എന്നെ വെറുക്കോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്താ ആദർശമായിട്ടാണ് ഈ പറയുന്നതൊക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയും, ഇല്ലെങ്കിൽ വല്ലാത്ത വീർപ്പുമുട്ടാകും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ സാഹചര്യം ഇപ്പോൾ എന്നെ ഒരു വലിയ തെറ്റുകാരനാക്കിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയുകയാണേ. അപ്പോഴത്തേക്കിനും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അവരെല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേക്കിനും ആദർശിൻ്റെയും ആഗ്നേയയുടെയും ഫോട്ടോ അവിടെ കാണുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നയനയുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നയന ചോദിക്കുവാണ്, ആദർശേട്ടൻ തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആദർശേട്ടൻ്റെ ഫോട്ടോ ആ ഭിത്തിയിൽ വന്നത് എന്നിങ്ങനെ നയന ചോദിക്കുന്നുണ്ടേ. നയനയുടെ നയം അങ്ങ് വ്യക്തമാക്കുവാണ്. ഒന്നുമല്ല, ആദർശേട്ടനാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അവിടെയുള്ള ബന്ധുക്കളെല്ലാം എങ്ങനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിച്ചിട്ട് ഇങ്ങനെ റാഷാകുവാണ്. എന്നിട്ട് നമ്മുടെ ആദർശിനെ പിടിച്ചിട്ട് കൈകൊണ്ടൊക്കെ തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ പറയേ, എങ്ങനെയാണ്, എനിക്കൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് നമ്മുടെ ആദർശം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ നയന പറയുകയാണെ, കല്യാണത്തിന് മുന്നേ നിങ്ങൾക്ക് അനഘ എന്ന പെൺകുട്ടിയിൽ ജനിച്ച മോളാണ് ചന്തുമോള്, അതാണ് സത്യം. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുകയാണേ. വേണ്ട, ഒന്നും പറയണ്ട എന്നിങ്ങനെ നയന പറയുകയാണേ. എനിക്കിനി ഒന്നും കേൾക്കാൻ വേണ്ട പറഞ്ഞിട്ട് നയന നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ താഴെ മുത്തശ്ശനും ജലജയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് അമ്മ, ഈ വീട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനായിട്ട് എഴുതി തള്ളിയത് അഭിയാണ്. ഇപ്പോൾ അമ്മയുടെ മോൻ ചെയ്തതൊക്കെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണേ. മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അമ്മയുടെ മോൻ മാന്യത ചമഞ്ഞ് നടക്കുകയാണ്, അതിന് മുത്തശ്ശനുണ്ട് കൂട്ട്. മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് പറയുകയാണ്, കൊച്ചുമോനോട് ചോദിക്കുക എന്തൊക്കെയാണ് നടന്നതെന്ന്. എന്നിട്ട് നമ്മുടെ നയന ആദർശിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, പറഞ്ഞു കൊടുക്കുക, ഇപ്പോൾ കഥകളൊക്കെ അറിയാവുന്നത് മുത്തശ്ശന് മാത്രമാണ്. അതുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ പറയും. എന്തായിടാ ഇത് എന്നൊക്കെ ദേവേനെ പറയുമ്പോൾ, അമ്മേ ചന്തുമോളുണ്ടല്ലോ, ഈ നിൽക്കുന്ന ആദർശേട്ടൻ്റെ കുഞ്ഞ എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനയും മുത്തശ്ശിയൊക്കെ അന്തിക്കുകയാണ്. മോളെ എന്തൊക്കെയാണ് ഇങ്ങനെ ഈ പറയുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ആദർശേട്ടൻ സ്നേഹിച്ച കുട്ടിയാണ് അനഘ, അതിലുണ്ടായതാണ് നന്ദുമോള്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അനഘേനെ സ്നേഹിച്ചു എന്നൊന്നും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ചന്തുമോള് എൻ്റെ മോളാണെന്ന് അനഘയുടെ ബന്ധുക്കാരൊക്കെ പറയുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും എൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ശരി, അതൊക്കെ ശരി, എന്നിട്ട് നീ നടന്നതൊക്കെ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? അത് പിന്നെ ആബി അമ്മ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയാം, കുടുംബത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ മുഖത്തിനിട്ട് അടിക്കുവാണ് ആദർശൻ്റെ. അപ്പോഴത്തേക്കിനാണ് പതിയെ തോളത്തേക്കിനൊരു കൈ വന്നിട്ട് ഇങ്ങനെ തഴുകുന്ന കേട്ടോ. നമ്മുടെ നയനയാണ്. ഇത്ര നേരം കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെയോ കാട് കയറി ചിന്തിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് ശരിയാണ്, ചന്തമോള് വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും ഭയങ്കര ചിന്തയിലാണ്. എന്താ ആദർശേട്ടന് ആ മോളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നിങ്ങനെ ആദർശിൻ്റെ കൈ പിടിച്ചിട്ട് നയന് ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ എന്നൊക്കെ പ്രശ്നം ഇത് ഒരു മനസ്സിൻ്റെ ഒരു ചങ്കലാപ്പ് ഉണ്ടാകുകയാണ്.
അല്ല നിങ്ങളുടെ അങ്ങനെ ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരാൾ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പം ഇന്നൊരാൾ ആ വീട്ടിൽ ആകെപ്പാടെ ടെൻഷനിലാവുകയാണെങ്കിൽ ഈ വന്ന ആണല്ലോ ഈ പ്രശ്നത്തിനൊക്കെ കാരണക്കാരൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. പിന്നെ അതല്ലെങ്കിൽ പിന്നെ വേറൊരു കാരണമേ ഉണ്ടാവുള്ളൂ. എന്താ നീ ഉദ്ദേശിച്ചതെന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയേ, അബിയുടെ ആദർശേട്ടൻ്റെ അനിയനായ ആബിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആദർശേട്ടന് ഒരു കുഞ്ഞില്ല, അതല്ലേ നിങ്ങനെ ചോദിക്കുക. എന്നത്തേക്കും നമ്മുടെ ആദർശ് പറയും അതേന്ന് പറയും കേട്ടോ. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദർശേട്ടൻ മോളെ കൊണ്ടുവന്നതാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഞാനല്ല കൊണ്ടുവന്ന, മുത്തശ്ശനെ കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ. അല്ല ആദർശേട്ടനാണോ അതിൻ്റെ പിന്നിൽ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്നിങ്ങനെ നയന ചോദിക്കുവേ. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത കുട്ടീനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്താണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് നോർമലാവണം. ആദർശേട്ടൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടെന്നാൽ അതെന്നെ മാത്രമല്ല ഈ വീട്ടിൽ മൊത്തത്തിൽ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് താളം തെറ്റിയാൽ അത് കുടുംബത്തെ മാത്രമല്ല ഓഫീസിലെ പല കാര്യങ്ങൾക്കും എല്ലാത്തിലും അത് മൊത്തത്തിൽ താളം തെറ്റലുണ്ടാവും. നീ അങ്ങനെ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട, എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് നിൻ്റെ അടുത്ത് പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നയന പറയുന്നുണ്ട്, ശരി അത്രയും മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. നമ്മുടെ ആദർശിന് വീണ്ടും മനസ്സമാധാനം ഇല്ലാതെ മുത്തശ്ശൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും ഒരു ടെൻഷനാണ് ഇതിൻ്റെ കാര്യം ഓർത്തിട്ട്. ബുക്കൊക്കെ വായിക്കാൻ നോക്കിയിട്ടാണെങ്കിലും വായിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ആദർശ് പറയുകയാണ്, ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുത്ത് നടക്കുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നയനോട് പറയാതിരിക്കാനും തോന്നുന്നില്ല, എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവെന്നുള്ള പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പം പറഞ്ഞിട്ട് ഇപ്പം എന്നെ എടുക്കാൻ, അതുകൊണ്ട് നീ പറയണ്ടെന്നൊക്കെ പറയുകയാണേ. പിന്നെ നീ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ധൈര്യമുണ്ട്. കാരണം അബദ്ധത്തിൽ പോലും കൂടെ ഒരു പെണ്ണുമായിട്ട് ബന്ധം കൂടാനോ അതിലൊരു കുട്ടി ജനിക്കാനോ ഒന്നും നീ നിൽക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒത്തിരി വഴികളുണ്ടല്ലോ അത് ക്ലിയർ ചെയ്യാനായിട്ട്, അതൊക്കെ നമുക്ക് പിന്നീട് റെഡിയാക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ മുത്തച്ഛൻ എന്താ അതിന് മുതിരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി ക്വസ്റ്റ്യനുമായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അവൾ ക്വസ്റ്റ്യനുമായിട്ട് വന്നില്ല. അപ്പം നമുക്കിനി സമയമുണ്ട്, അതുകൊണ്ട് പതിയെ നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാം. അത് തന്നെയല്ല ചന്തുമോളും നയനമോളും ദേവയാനിയും ഒക്കെ സ്നേഹിക്കുന്നുമുണ്ട്. അപ്പം അതിന് ആ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഇതിനൊരു തടസ്സമാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശത്തി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഒരുമാതിരി ആളെ കത്തുന്ന അവസ്ഥ. നയനയൊക്കെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും എനിക്കങ്ങ് ഭയങ്കര ടെൻഷനാകും. എന്നാൽ പിന്നെ നീ ഇതെല്ലാവരോടും കൂടെ വിളിച്ച് പറഞ്ഞ അത് നിൻ്റെ കുഞ്ഞാണെന്ന്. അപ്പോൾ അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തെ ആദർശനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, നിൻ്റെ കുഞ്ഞാണ്, എനിക്കും വിശ്വാസം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് എണീച്ച് പോകുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ആദർശം മൊത്തത്തിൽ ടെൻഷനായിട്ട് രാവിലെ ഓഫീസിൽ പോകാനായിട്ട് പേഴ്സൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം നടന്ന് പേഴ്സൊക്കെ തപ്പുവാണ്. നമ്മുടെ നയനോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് കുനിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും പാൻറ്റിൻ്റെ പോക്കറ്റിൽ പുറകിൽ പേഴ്സ് ഇരിക്കുന്നത് നയന കാണുന്നത്. ദേ നോക്ക്, പേഴ്സ് പോക്കറ്റിൽ വെച്ചിട്ടാണ് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ നയന. ആദർശേട്ടന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുക. അന്നത്തേക്കിനും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, മുഖത്ത് കണ്ണട വെച്ചിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ കണ്ണട തപ്പിക്കൊണ്ട് നടക്കുന്നില്ല, അതുപോലെ ആയിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. നീ പറയുന്ന പോലെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയും. എന്നിട്ട് പിന്നെ പറയും, ശരി എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയും കേട്ടോ. അത് അമ്മയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുവേ, നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് ഇങ്ങനെ കുഞ്ഞുവാവ അവിടെ നോക്കി നിൽക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ആദർശൻ നയനെ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേനും മോൾ ഇവിടെ നിൽക്കുകയാണെന്ന് ചോദിച്ചിട്ട് നയനെ മടിയിലൊക്കെ കയറ്റി ഇരുത്തും കേട്ടോ, കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആദർശിൻ്റെ മുന്നിലിരുന്നിട്ടാണ് നമ്മുടെ കുഞ്ഞുവാവയും നയനയും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ആദർശനങ്ങ് ദേഷ്യം വരുവാണ്, കുഞ്ഞിനെ തുറപ്പിച്ചൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞാണെങ്കിൽ ആദർശനെ തന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്നൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ എന്തിനാ തുറപ്പിച്ച് നോക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് ദേവയാനി വഴക്ക് പറയുവാണ് ആദർശനെ. അന്നത്തേക്കിനും അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആദർശനാണ് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പാത്രത്തിലിട്ട് തടവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പരതുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നായന പറയുന്നുണ്ട്, പാത്രത്തിൽ കൈയിട്ട് പരതാതെ കഴിക്കുക ആദർശേട്ടാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് എണീച്ച് പോകും കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാതെ പോവുകയാണോ വേസ്റ്റ് ആക്കുവാണോ അമ്മ ദേവയാനി ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയും. അപ്പോഴത്തേക്കും നീ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും തണുത്ത ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ എന്താ പറ്റുന്നതെന്നൊക്കെ അമ്മയുടെ നേർക്ക് എതിർത്ത് സംസാരിച്ചിട്ട് നമ്മുടെ ആദർശം അങ്ങനെ എണീച്ച് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിയും നയനയൊക്കെ ആകപ്പാടെ സങ്കടത്തിൽ ഇതെന്താ പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.